ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ വെച്ച് ജിൻഡോയെ ഒരു ചായക്കള്ളനായിട്ട് ചിത്രീകരിക്കാനായിട്ട് ശരണ്യ ശ്രമിച്ചു. കാരണം ഇന്നലെ അവിടെ നടന്ന ഒരു സംഭാഷണം ഉണ്ടായിരുന്നു. പലരും കട്ട് അവിടുന്ന് മോഷ്ടിച്ച് തിന്നുകയാണ്. പലരും ഈ ഒത്തിരി കള്ളന്മാർ അവിടെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അവിടുന്ന് അപ്സര ആയിക്കോട്ടെ, അർജുൻ ആയിക്കോട്ടെ, സിജോ ആയിക്കോട്ടെ, അങ്ങനെ തുടങ്ങി കുറേ പവർ ടീം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി കട്ട് ഉണ്ടാക്കി തിന്നുക, അടിച്ചു മാറ്റി വെക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ലാലേട്ടൻ അത് എടുത്ത് സ്ക്രീനിൽ കാണിച്ചു കൊടുത്തു. ആരൊക്കെയാണ് ഇതൊക്കെ ഒളിപ്പിച്ചു വെച്ചേക്കുന്നതെന്ന്. അച്ചാറ്, അതോടൊപ്പം തന്നെ മുട്ടകൾ, എല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ട് തിരിച്ചാണ് പരിപാടി. എല്ലാവരും ഉറങ്ങി കഴിയുമ്പം തിന്നുകയാണ് പരിപാടി. അങ്ങനെ ശരണ്യയോട് ചോദിച്ചപ്പോൾ, ശരണ്യ പവർ ടീമിലുള്ള ആളാണ്. ശരണ്യയോട് ചോദിച്ചപ്പോൾ ശരണ്യ ഇങ്ങനെ ഓരോരുത്തരുടെ പേര് പറഞ്ഞു. പേര് പറഞ്ഞതിന് ശേഷം ജിൻഡോ ചായ കട്ട് കുടിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ജിൻഡോ അവിടെ വെച്ച് തന്നെ ശരണ്യയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എവിടെ ചായ കട്ട് കുടിക്കുന്നത്, നിങ്ങളോട് ചോദിച്ചിട്ടല്ലേ ഞാൻ കുടിക്കുന്നതെന്ന്. അപ്പോൾ ശരണ്യ അത് മാറ്റി പറയുന്നു, അതെ ചോദിച്ചിട്ടാ ചായ കുടിക്കുന്നതെന്ന്. അങ്ങനെ അവിടെ ഒരു കള്ളനായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ലാലേട്ടൻ ജിൻഡോയോട് ചോദിക്കുന്നുണ്ട്, ഇവർ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നാണോ ജിൻഡോയ്ക്ക് തോന്നുന്നത്, ജിൻഡോയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ജിൻഡോ എഴുന്നേറ്റ് പറയുക, ഇവിടെ ഉള്ളവരെ ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ ഞാനൊരു ചപ്പാത്തി എടുത്തിരുന്നു. ആ ചപ്പാത്തി എടുത്ത് ഞാൻ പോക്കറ്റ് ഇട്ടപ്പോൾ എന്നെ അന്ന് കള്ളനെന്ന് വിളിച്ചു. അത് ശരിയാണ്. അന്ന് രാംദാസ് വരെ വന്ന് പറഞ്ഞു ചപ്പാത്തി കട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു വിഷയം എന്ന് ഉണ്ടാക്കിയതാണ്. അന്ന് കള്ളനായിട്ട് ചിത്രീകരിച്ചതാണ് ജിൻഡോയെ. ആ ജിൻഡോയെ കള്ളനായിട്ട് ചിത്രീകരിച്ച ഇന്ന് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചപ്പോൾ എല്ലാ മത്സരാർത്ഥികളും കള്ളന്മാരാണ്. അപ്പൊ അവിടെ ഈ കള്ളൻ എന്ന് ജിൻഡോയെ മുദ്രയെത്തുന്ന എല്ലാ മക്കളും കള്ളന്മാരാണ് എന്നുള്ള കാര്യമാണ് ഇന്നലെ തെളിഞ്ഞത്. അപ്പൊ ഈ രാംദാസിന് ഇതൊന്നും കാണാൻ പറ്റത്തില്ലയോ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. നേരത്തെ ഏതെങ്കിലും രാംദാസ് ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ജിൻഡോ ചപ്പാത്തി കട്ട കാര്യമൊക്കെ ഒന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ ജിൻഡോയെ എങ്ങനെയാലും ഒരു കള്ളനാക്കി ചിത്രീകരിക്കാനൊക്കെ നോക്കി ശരണ്യ അവിടെ വെച്ച് അങ്ങ് പണി പാളിപ്പോയി. കാരണം ജിൻഡോ ചായ കുടിക്കുന്ന ഒരു സ്വഭാവം ഉള്ളത് കൊണ്ടും അത് അവരോടെല്ലാം പറഞ്ഞിട്ടാണ് അത് കുടിക്കുന്നതെന്നുള്ള കാര്യവും ജിൻഡോ അത് തിരിച്ചു പറഞ്ഞപ്പോഴത്തേനും അവിടെ വെച്ച് അത് അണഞ്ഞു പോയെന്ന് പറയാം. അതാണ് ഇന്നലെ അവിടെ സംഭവിച്ചത്. ഇന്ന് രാവിലത്തെ കാര്യം പറയുകയാണെങ്കിൽ ശ്രീതു എല്ലാവർക്കും വെള്ളം ബോട്ടിലിൽ അല്ലെങ്കിൽ വെള്ളം കൊണ്ട് കൊടുക്കുകയായിരുന്നു. കൊടുക്കുന്ന സമയത്ത് കിച്ചണിൽ നിൽക്കുകയായിരുന്നു അൻസിബയും ജിൻഡോയും അപ്സരയും ശ്രീരേഖയൊക്കെ. അപ്പോൾ ശ്രീതു വന്ന് ചോദിക്കുകയാണ്, ജിൻഡോ ചേട്ടനെ കിട്ടിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ജിൻഡോ ചോദിക്കുന്നുണ്ട് എന്താണെന്ന്. അപ്പോൾ വാട്ടർ ബോട്ടിൽ എടുത്ത് കൊടുക്കുന്നു. അതെങ്ങനെ മോളെ എനിക്ക് കിട്ടാൻ, ഞാൻ ഇവിടുത്തെ വേസ്റ്റ് അല്ലേ, നിങ്ങളുടെ മുമ്പിലെല്ലാം വേസ്റ്റ് അല്ലയോ എന്നൊരു കാര്യം ഇവിടെ പറഞ്ഞിരുന്നു. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അവർക്ക് എന്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ അത് ജിൻഡോയ്ക്ക് കൊടുക്കാൻ അവർക്ക് മനസ്സില്ല. അത് അവർക്ക് തന്നെ തിന്ന് തീർക്കണം. ആ ജിൻഡോയ്ക്ക് ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അത് വേസ്റ്റ് അല്ലേ. അത് ജിൻഡോയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അത് പ്രേക്ഷകരിലേക്ക് ജിൻഡോ എത്തിക്കാൻ ഈ ഒരു അവസരം അത് മുതലെടുത്തതും നല്ല കാര്യമായി മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി എത്തുന്നവരേക്കും